ഒരു വീക്കെൻഡിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ മനോഹരമായ ആഴ്ചയുടെ അവസാന ദിവസം ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ കർത്താവിൻ്റെ മാഹാത്മ്യത്തെ നമുക്കൊന്ന് വർണ്ണിക്കുവാൻ അല്പസമയം നമ്മുടെ അധരങ്ങളെ ഒന്ന് തുറന്ന ദൈവത്തിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. എങ്ങനെയാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്? കർത്താവെ, നീ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനായി സ്തോത്രം, നൽകിയ നല്ല ഊഷ്മളമായ ബന്ധങ്ങൾക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കർത്താവ് എല്ലാ സൗകര്യങ്ങളും കർത്താവ് അങ്ങയുടെ ദാനമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. നൽകിയ ആത്മീയ ബന്ധങ്ങൾക്കായി സ്തോത്രം, പദവികൾക്കായി സ്തോത്രം, ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന എല്ലാ മാന്യതകൾക്കുമായി സ്തോത്രം. സകലത്തിനും കർത്താവെ, അവിടുന്ന് കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ചതിനായി നന്ദി. ഒന്നിനും യോഗ്യരല്ലായിരുന്നു ഞങ്ങളെ അങ്ങയുടെ ശ്രേഷ്ഠ മാന്യപാത്രങ്ങളാക്കി അവിടുന്ന് തിരഞ്ഞെടുത്ത് പ്രിയ മക്കളെന്ന പദവി തന്ന് ഞങ്ങളെ സൂക്ഷിക്കുന്ന അങ്ങയുടെ ദയക്കായി സ്തോത്രം. അതുകൊണ്ട് ഈ ആഴ്ചയുടെ അവസാനം വരുമ്പോൾ ഒരാഴ്ചയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് നമ്മുടെ ദൈവത്തോട് നമുക്കൊന്ന് നന്ദി പറയുവാൻ കഴിയട്ടെ. ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മുടെ നേർച്ചകളോ കാഴ്ചകളോ സ്തോത്രമോ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെയും നിങ്ങളുടെയും സ്നേഹമാണ്, എൻ്റെയും നിങ്ങളുടെയും അവനോടുള്ള നന്ദിയാണ്. കാരണം നാശയോഗ്യരായ നമുക്ക് വേണ്ടി സ്വന്തം പ്രാണനെ നൽകിയല്ലേ നമ്മെ വീണ്ടെടുത്തത്. ആ ജീവനെ നൽകിയ അപ്പന് വില കൊടുത്ത് നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ. നമ്മൾ എന്തു കൊടുത്താലും അതിന് പരിഹാരമാകുന്നില്ല. സ്വതന്ത്രം നമ്മൾ പാട്ടുകാരൻ പറഞ്ഞു, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. നമ്മുടെ ഹൃദയം പൂർണ്ണമായി നൽകുക എന്നുള്ള നമ്മുടെ ഹൃദയ സ്പേസ് മറ്റുള്ള ഇഹലോകത്തിൻ്റെ ചിന്തകൾക്കല്ല സ്വതന്ത്രം മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ മുഖ്യ സ്ഥാനം ക്രിസ്തുവിനായിരിക്കണം, കർത്താവിനായിരിക്കണം നമ്മുടെ ഹൃദയത്തിലെ സ്ഥാനം. ബാക്കി നമ്മുടെ സമ്പത്തിനും നമ്മുടെ പങ്കാളിക്കും ബന്ധങ്ങൾക്കും ഒക്കെ പരിമിതമായി അതിനുശേഷമായിരിക്കണം സ്ഥാനം കൊടുക്കേണ്ടത്. മുഖ്യ സ്ഥാനം ക്രിസ്തുവിന് സ്വതന്ത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിൽ ഏറ്റവും പ്രസാദകരവും ആനന്ദകരവുമാണ്. കർത്താവ് നമ്മളെ അതിശയകരമായി നടത്തുകയും ചെയ്യും, യാതൊരു തർക്കവുമില്ലാത്ത കാര്യം. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന പ്രിയമുള്ളവരോട് എനിക്ക് ഹൃദയംഗമായി പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ ദിവസം എഴുന്നെങ്കിലും കർത്താവെ, അങ്ങയുടെ ഹിതങ്ങൾ ചെയ്യുവാൻ എന്നെ ഒന്ന് പ്രാപ്തമാക്കണമേ, ശക്തമാക്കണമേ. എന്നിലെ ന്യൂനതകളെയൊക്കെ ഒന്ന് പരിഹരിച്ച് കർത്താവ് എന്നെ സമ്പൂർണ്ണമായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുക, അങ്ങേ പോലെ ഒന്ന് ആകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറയണം. നമ്മൾ പാട്ടൊക്കെ പാടും, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. അത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്തോത്രം നമുക്ക് എങ്ങനെ ആയിത്തീരുവാൻ കഴിയുമെന്നുള്ളതാണ് സ്തോത്രം. ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന മോർണിംഗ് പ്രയറിലാണോ അതോ കുടുംബ പ്രാർത്ഥനയിലാണോ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വതം നമ്മൾ അവനെ അനുകാരികളായി തീരണമെന്ന കർത്താവായിരിക്കുന്ന പ്രിയ മക്കളെന്ന പോലെ കർത്താവിനെ അനുകരിക്കുന്നവരായി നമ്മൾ തീരണം. കർത്താവിനെ പോലെ ആയി തീരുവാൻ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കും. ഈ പ്രഭാതം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമ്മൾ കർത്താവിൻ്റെ കാര്യങ്ങളിൽ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇവയൊക്കെയും നിങ്ങൾക്ക് നൽകപ്പെടും. സ്തോത്രം സ്തോത്രം. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നന്മയും കരുണയും ഒക്കെ അവൻ്റെ ആയുഷ്കാലം പിന്തുടരുന്ന ഒരു അനുഭവം ഉണ്ടാവും. പലരും നന്മയും കരുണയും സ്തോത്രം ആദ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ പറഞ്ഞു, സാമ്പത്തിക വിഷയങ്ങളിൽ വിടുതൽ കിട്ടുവാണെങ്കിൽ സ്തോത്രം നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കും, ദൈവത്തിനെ മഹത്വപ്പെടുത്തും. നോ 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 നോ, കർത്താവ് അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് നൽകുന്ന കർത്താവൊന്നുമല്ല, കിട്ടിയിട്ട് നിങ്ങളൊന്നും നൽകുകയും വേണ്ട കർത്താവിന്. സ്തോത്രം. കർത്താവിന് ആഗ്രഹം നിങ്ങളെയാണ് ആവശ്യം. പ്രിയമുള്ളവരെ സ്തോത്രം. ആ നന്മയുടെ പിന്നാലെയല്ല നമ്മൾ ആദ്യം പോകേണ്ടത്, കർത്താവിന് പിന്നാലെയാണ് പോകേണ്ടത്. സ്വർഗരാജ്യത്തെ പറ്റിയുള്ള, ദൈവരാജ്യത്തെ പറ്റി, ആ നീതിയെ പറ്റിയുള്ള അന്വേഷണമായിരിക്കണം, നിത്യജീവനിലേക്കുള്ള അന്വേഷണമായിരിക്കണം. നമ്മുടെ ദൈവിക കരുതലുകളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠതയും ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയും. എഫേസ്യ ലേഖനകാരൻ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കപ്പെട്ടവരാ, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് അവിടെ ഇരുത്തപ്പെടുക. നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീനും എന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ചിന്ത എപ്പോഴും ഉയരത്തിലുള്ളതിനെ പറ്റി അറിയണം. ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയെ പറ്റിയും കർത്താവിൻ്റെ അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനെ പറ്റിയുമുള്ള കാര്യത്തിരിപ്പായിരിക്കണം. സ്വതന്ത്രം. അങ്ങനെ ചെയ്യുന്നൊരു ദൈവത്തിനെ പറ്റി തിരുവചനം പറയണം, നന്മയും കരുണയും ഒക്കെയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരുമെന്ന് പറയുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും, നന്മ നിങ്ങളെ പിന്തുടർന്ന്, നിങ്ങൾ യാചിച്ചിട്ടല്ല, നിങ്ങൾ ചോദിച്ചിട്ടല്ല, നിങ്ങൾ ആ വിഷയത്തിൽ കണ്ണുനീരൊടുക്കി ഉപവസിച്ചിട്ടല്ല, സ്വർഗത്തിലെ
ഒരിക്കൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് തന്നിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. നന്മയും കരുണയും ഒക്കെ നമ്മുടെ ആയുഷ്കാലം നമ്മളെ പിന്തുടരുന്നത് നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്ന കർത്താവെ തിരുഹിതത്തെ അറിയുവാൻ, ദൈവരാജ്യത്തെ പറ്റിയുള്ള അന്വേഷണം, തിരുവചനത്തെ പറ്റിയുള്ള ആഴമായ അന്വേഷണം, പരിശുദ്ധാത്മാവിലുള്ള സ്വതന്ത്രം ദൈവവചന ധ്യാനങ്ങൾ, സ്വതന്ത്രം ക്രിസ്തുവുമായി ചേർന്നുള്ളൊരു യാത്ര, ക്രിസ്തുവിനെ പോലെ അനുകരിക്കുന്നൊരു യാത്ര, സ്വതന്ത്രം അതിലേക്ക് നമുക്ക് തിരികാം. അപ്പോൾ ഈ ദൈവരാജ്യം അന്വേഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പോയി അന്വേഷിക്കും എന്നൊക്കെ ഒരു ചോദ്യം എല്ലാവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന. ദൈവവചനത്തിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വതന്ത്രം അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ പ്രമാണമായ ഈ വിശുദ്ധ ബൈബിൾ, സ്വതന്ത്ര പ്രമാണം, ക്രിസ്തുവിൻ്റെ വചനമാകുന്ന, ക്രിസ്തു ജഡമായി തീർന്ന വചനമാകുന്ന വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകളെ പ്രാപിച്ച് ക്രിസ്തുവിനെ പോലെയായി തീരുവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ആ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത നമ്മളിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു ദൈവവേദിൽ, അത് അന്വേഷിക്കുന്ന ഒരു ദൈവവേദിന് വേണ്ടി നന്മയും കരുണയും ഒക്കെ പിന്തുടരും. ഞാൻ ആ വാക്യം പറയുമ്പോൾ തന്നെ തെറ്റിദ്ധരിക്കപ്പെടരുത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബൈബിളും വായിച്ച് വേറൊരു പരിപാടിക്കുമ്പോൾ അത് മുറിക്കകത്ത് കയറിയിരുന്ന അലസതയോടെ ഇരിക്കുന്നവരാണ് ആ ഒരു കാറ്റഗറിയിലേക്ക് ആ ചിന്ത പോകാനിടയാകരുത്. സ്വന്തം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും, കുടുംബം നോക്കണം, നിങ്ങളുടെ ബിസിനസ് നോക്കണം, നിങ്ങളുടെ ജോലി നോക്കണം, സാമൂഹിക പ്രവർത്തനങ്ങൾ നോക്കണം, കാര്യങ്ങൾ നോക്കണം, എളിയവരെ ആദരിക്കണം, മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വ്യാപൃതരണം, പഠിക്കുന്നവരാണ് പഠിക്കണം, സ്വതന്ത്രം ചെയ്യാൻ കഴിയുന്ന എല്ലാം, ആരോഗ്യമുള്ള കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ കാര്യവും ചെയ്തുകൊണ്ട് തന്നെ സ്വതന്ത്രം ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നത് തന്നെ ഒരു ദൈവിക സ്വതന്ത്ര പ്രമാണത്തിൻ്റെ കൽപ്പനയുടെ അനുസരണമാണ്. അത് ചെയ്തുകൊണ്ട് തന്നെ ദൈവവചന ധ്യാനവും ദൈവവുമായുള്ള ബന്ധവും ആത്മബന്ധവും കൂട്ടായ്മയിലും നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പറയാതെ കാര്യങ്ങൾ പടിപടിയായി നിറവേറുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് പകൽ നന്മയും കരുണയും നമ്മളെ പിന്തുടരുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂടുതൽ ഒന്ന് രുചിച്ചറിയാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ എന്ന് പറഞ്ഞതുപോലെ അതിനുവേണ്ടി നമുക്കൊന്ന് ഒരുക്കത്തോടെ ആയിരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. കർത്താവെ, കൃപയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, തിരുരാജ്യത്തെ പറ്റിയുള്ള കർത്താവെ ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ക്രിസ്തുവിലുള്ള വെളിപ്പാടുകളെ ഞങ്ങളെ നൽകണം. ദൈവരാജ്യത്തെ പറ്റി അന്വേഷിക്കുന്നവരായി, തിരുവചനത്തെ ധ്യാനിക്കുന്നവരായി, കർത്താവ് വചനമർമ്മങ്ങളെ മനസ്സിലാക്കി കർത്താവ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവരായി ഞങ്ങളെ തീർക്കണമേ. തിരുവചനം പറയുന്ന പോലെ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളെ പിന്തുടരുമെന്ന് തിരുവചനം ഞങ്ങൾക്ക് ഉറപ്പ് തരികയാണല്ലോ. കർത്താവ്, ഞങ്ങൾ അത് അറിയുന്നു കർത്താവെ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങേ അറിയുവാൻ, അങ്ങേ രുചിക്കുവാൻ, ആ സ്നേഹത്തിൻ്റെ ആഴമൊന്ന് ഗ്രഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തമാക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. അവരുടെ പ്രാരാബ്ദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരം ക്രിസ്തുവിലുണ്ടെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടാകട്ടെ. ദൈവരാജ്യത്തെ പറ്റിയുള്ള ജ്ഞാനം പ്രാപിപ്പാൻ അവരെ സഹായിക്കട്ടെ. അവരുടെ സങ്കടങ്ങൾക്ക് വിരാമമാകട്ടെ. കർത്താവ്, അവർ കടന്നു പോകുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതലാകട്ടെ. അവരുടെ പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കെട്ടുകളെ ഞാൻ അഴിച്ചു മാറ്റുന്നു. രോഗബന്ധനങ്ങൾക്ക് സൗഖ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സ്തോത്രം. ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും വിരാമത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. തലമുറയുടെ പഠനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രായമായവരുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഹൃദയ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഈ പ്രഭാതം സമർപ്പിക്കുകയാണ്. പിതാവ്, പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ്, യേശു അനുഗ്രഹിക്കട്ടെ. ഗഡ് ബ്ലസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.